ഹണി റോസിന് പൂർണ്ണ പിന്തുണയുമായി അമ്മ സംഘടന. കഴിഞ്ഞ ദിവസമായിരുന്നു ഹണി റോസ് തൻ്റെ പിന്നാലെ നടന്നൊരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന കാര്യം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഒരു വ്യക്തി പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന കാര്യത്തിൽ ഹണി റോസ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് തന്നോട് അടുപ്പമുള്ളവർ ചോദിക്കുന്നതെന്ന് ഹണി റോസ് പറഞ്ഞു. ഹണി റോസ് തന്നെ അപമാനിക്കാൻ ശ്രമിച്ച വ്യക്തി തന്നെ പിന്നീടും ചടങ്ങുകൾക്ക് ക്ഷണിച്ചപ്പോൾ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ താൻ പോകുന്ന മറ്റു ചടങ്ങുകളിലെല്ലാം വരാൻ ശ്രമിക്കുകയും കഴിഞ്ഞിടത്തെല്ലാം തൻ്റെ സ്ത്രീത്വത്തെ അപമാനിക്കത്തക്ക രീതിയിൽ തൻ്റെ പേരുകൾ പറയുകയും ചെയ്യുന്നു. ഇതിനെ എതിർക്കാൻ പണമുള്ളവൻ്റെ പണത്തിൻ്റെ ധാർഷ്ട്യത്താൽ ഒരാൾക്ക് ഏത് സ്ത്രീയെ അപമാനിക്കാൻ കഴിയുമോ? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ മോശം പ്രസ്താവന നടത്തുന്ന മ്ലേച്ഛന്മാർക്ക് തക്കതായ ശിക്ഷകളൊന്നുമില്ല എന്നാണ് ഹണി ചോദിക്കുന്നത്. താൻ അന്വേഷിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിക്കുകയോ അതോ പിന്തുടരുകയോ ചെയ്താൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുക തന്നെ ചെയ്യുമെന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്നും ഹണി റോസ് വ്യക്തമാക്കി. സാധാരണക്കാർ ഇതൊക്കെ പുച്ഛത്തോടെ തള്ളുകയാണ് ചെയ്യാറ്. ഇപ്പോൾ ഇത് അതുക്കും മേലെയാണ്, സഹിക്കാൻ പറ്റുന്നില്ല, അതിനേക്കാളും അപ്പുറവുമായെന്നാണ് ഹണി റോസ് പറയുന്നത്. ചടങ്ങിൽ വെച്ച് കുന്തിദേവി എന്ന് പറഞ്ഞായിരുന്നു ഈ പണക്കാരൻ തൻ്റെ ദ്വയാർത്ഥ വ്യക്തി ഹത്യ നടത്തിയെന്നും ഹണി റോസ് പറഞ്ഞു. ഇപ്പോൾ ഇതാ ഹണി റോസിന് പൂർണ്ണ പിന്തുണയുമായി താരസംഘടനയായ അമ്മ വന്നിരിക്കുകയാണ്. ഹണിക്ക് പൂർണ്ണ പിന്തുണയും നൽകിയിരിക്കുകയാണ് അമ്മയുടെ അഡ്ഹോക് കമ്മിറ്റി. ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് അമ്മ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 മരണം. ഇടുക്കി പുല്ലൂപ്പാറ KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് ദാരുണാന്ത്യം. PV അൻവർ ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കും. PV അൻവർ തവനൂർ സെൻട്രൽ ജയിലിൽ തൻ്റെ അറസ്റ്റ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ച ചെന്നിത്തലയും K സുധാകരനും. EP ജയരാജൻ്റെ ആത്മഹത്യാ വിവാദം. DC ബുക്സ് മുൻ പബ്ലിക്കേഷൻ മേധാവി AV ശ്രീകുമാറിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ബാഹുബലി 2 മറികടന്ന് പുഷ്പ 2 കളക്ഷൻ 32 ദിവസം കൊണ്ട് 1831 കോടി. നവീൻ ബാബുവിൻ്റെ മരണത്തിൽ കുടുംബം CBI ആവശ്യം ഉന്നയിച്ച പശ്ചാത്തലത്തിൽ അന്വേഷണം ഇപ്പോൾ വേണ്ടെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കണ്ണൂരിൽ കാക്കയങ്ങാട് പുലി കെടിയിൽ കുടുങ്ങി. പുതിയ ഗവർണറുടെ സത്യപ്രതിജ്ഞ നാളെ. അമേരിക്കയിൽ ആൾക്കൂട്ടത്തിലേക്ക് വാഹനമിടിച്ചു കയറ്റി 10 പേർക്ക് ദാരുണാന്ത്യം. ടോപ്പ് 10 മലയാളം ഇൻഫോ ചാനൽ. വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.